താൻ ജീവിച്ചിരുന്ന കാലത്ത് സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമായി മാറിയ ഒരു ലേഡിയാണ് ക്ലിയോപാട്ര. ആ ക്ലിയോപാട്രയെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിലെ ടോളമി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര ഏഴാമത്. അതായത് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡൈനാസ്റ്റിയിൽ അതിനു മുമ്പും ക്ലിയോപാട്രകൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ ഭരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ലിയോപാട്ര ഏഴാമത് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞത്. താൻ ജീവിച്ചിരുന്ന കാലത്ത് സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമായിരുന്നെങ്കിലും അവർ പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര കഴിവുള്ള ഒരു ലേഡിയായിരുന്നു. അതുകൂടാതെ ഒരുപാട് പുസ്തകങ്ങൾ അവർ രചിച്ചു, അതായത് ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിചിത്രമായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടോളമി ഡൈനാസ്റ്റി തുടങ്ങിയ മുതൽ ഈ ക്ലിയോപാട്രയ്ക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ഭരണാധികാരികൾക്കൊന്നും ഈജിപ്തിലെ ഏൻഷ്യൻ ലാംഗ്വേജ് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് താൻ ഭരിക്കുന്ന രാജ്യത്തെ ഒരു ലാംഗ്വേജ് തനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്ര വിചിത്രമായിട്ടൊരു കാര്യമല്ലേ. പക്ഷെ ക്ലിയോപാട്രയ്ക്ക് മാത്രമായിരുന്നു ഏൻഷ്യൻ ഈജിപ്ത് ലാംഗ്വേജ് അറിയാവുന്നത്. അതുകൂടാതെ തന്റെ ഭരണം നിലനിർത്താനായിട്ട്, അതായത് താൻ ഭരിക്കുന്ന രാജ്യത്തെ ഭരണം നിലനിർത്താനായിട്ട് തന്റെ അനിയന്മാരെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ടോളമി 13-ാമനെയും ടോളമി 14-ാമനെയും കല്യാണം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് തന്റെ ഭരണം നിലനിർത്താനായിട്ട്. അതിനുശേഷമൊക്കെയാണ് മാർക്ക് ആന്റണി ക്ലിയോപാട്രയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷമാണ് ക്ലിയോപാട്ര പല അഭ്യൂഹങ്ങളും ഉണ്ട്. അതായത് ക്ലിയോപാട്ര ഒരു മൂർഖനെ കൊണ്ട് കടുപ്പിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ വിഷം കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ യുദ്ധത്തിൽ തോറ്റിട്ടാണ് മരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ഫേമസ് ആയിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞത് എന്റെ ടോംബ്, അതായത് എന്റെ ശവകുടീരം ഒരിക്കലും ഒരാൾക്കും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അടുത്ത കാലത്ത് ഡോക്ടർ കാതറിൻ മാർട്ടിനസ് എന്ന് പറഞ്ഞൊരു ഒരു ആർക്കിയോളജിസ്റ്റ് അവരുടെ ടോംബ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ വാർത്തയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രഭാവം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കണ്ടൊരു വാർത്തയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലിയോപാട്രയുമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ ബൈ.